ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലാതെ പിന്നെ പോലീസും വനിതാ സംഘടക്കാരും ഒക്കെ പിന്നെ എന്തിനാ വന്നേ? ഇനി നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? എടി മോളെ, ഇവിടെ മറ്റുള്ളവരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ജയഭാരതി ഉണ്ടല്ലോ, അവരെ പേടിക്കണം. ഇവിടെ ഇരിക്കെ ഇരിക്കെ, പതുക്കെ പതുക്കെ. പരമേശ്വര, അവരൊക്കെ കരുതിക്കുട്ടി തീരുമാനിച്ചിറങ്ങിയിരിക്കെ. തളർന്നു വീണാലും നമുക്കാണ് നഷ്ടം, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അറിയാമേ, കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടിപ്പോയതിന്റെ കുഴപ്പ. ഒന്നും സഹിക്കാനും പൊറുക്കാനും കഴിയുന്നില്ല. എന്റെ മോനെക്കുറിച്ച് ഓർത്ത എന്റെ ആദ്യം മുഴുവൻ. അച്ഛാ, എനിക്കൊന്നും സംഭവിക്കില്ല. ആരെ കൂട്ടുപിടിച്ച് അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞാൻ തളരില്ല. സത്യം നമ്മുടെ ഭാഗത്തല്ല അച്ഛാ. പിന്നെ ആ സിയുടെ കാര്യം, അയാള് പറഞ്ഞതൊന്നും അച്ഛൻ മുഖവരേക്ക് എടുക്കണ്ട. നാണം കെട്ടതിന്റെ വൈരാഗ്യ. ഒരു കാരണം കിട്ടിയപ്പോ അയാളത് ഉപയോഗിച്ചു. ഒരു കാര്യം ചെയ്യ്, പരമേശ്വരൻ കുറച്ചു നേരം വിശ്രമിക്ക്. പത്മിനി, മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. സിയെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ മക്കളെ, പെരുമാറ്റത്തിൽ നിയന്ത്രണം ഉണ്ടാകണം. അബദ്ധങ്ങളൊന്നും സംഭവിക്കരുത്. പിടിക്കും. കണ്ടല്ലോ മുത്തശ്ശി, അവളും അവളുടെ മുത്തശ്ശിയും കൂടെ ആഘോഷിക്കാൻ വന്നതിന്റെ ബാക്കിയാ അച്ഛന്റെ ഈ വീഴ്ച. ഇനിയിപ്പോ എന്തിനാ മടിക്കുന്നേ? രണ്ടെണ്ണത്തിനെ ഇല്ലാതാക്കിയാ ഒരാളല്ലേ അകത്ത് പോവും. ബാക്കിയുള്ളവർക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുമല്ലോ. എന്തൊക്കെയാടാ നീ പറയുന്നേ? കൊന്നു തീർക്കാനല്ല, അല്ലാതെ അവര് ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. മുത്തശ്ശി എന്ത് മാർഗമാണെങ്കിലും പറഞ്ഞോളൂ മുത്തശ്ശി. ഇവന്റെ മനസ്സുകാരെന്ന് എനിക്കറിയാം. ഏട്ടാ, ഇത്രയും കാലം ഞാൻ എല്ലാം അർപ്പിച്ചത് ഭഗവാനില്ല. ആ ഭഗവാനെ ചൊല്ലി ഞാൻ ആണയിടുക. ഒരാഴ്ചക്കുള്ളിൽ അവരെ ഇവിടുന്ന് പടിയിറക്കാനുള്ള മാർഗം ഭഗവാൻ എനിക്ക് കാണിച്ചു തരും. വാങ്ങിക്കാവുന്ന ഓർഡറുകൾ മുഴുവൻ അവർ വാങ്ങിക്കട്ടെ. ഭഗവാന്റെ തീരുമാനത്തോളം വരില്ലല്ലോ അതൊന്നും. ഹലോ, ശരി, ഞാൻ നോക്കിക്കോളാം. ഹലോ, ആ ബെഞ്ചമിൻ. ആ സർ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു സർ. എങ്ങോട്ട്? ഞാൻ സഹായങ്ങൾ ചെയ്യാറുള്ളൊരു ആളുണ്ട്.
അയാൾക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞ് വിളിച്ചു. ആ ഇപ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പുള്ളിക്ക് വേറെ ആരുമില്ല സർ. എനിക്കൊന്ന് പോയേ പറ്റൂ. ശരി, ഒരു നല്ല കാര്യത്തിനല്ലേ. അതിന് താൻ ലീവ് ഒന്നും എടുക്കണ്ട, പോയിട്ട് തിരിച്ചു വാ. താങ്ക് യു സർ. നമ്മുടെ മാനേജർ ബെഞ്ചമിനില്ലേ, ജോലിയിൽ കയറിയെങ്കിലും അയാൾക്ക് അയാളുടെ സാമൂഹിക പ്രവർത്തനങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഒരാൾക്ക് സുഖമില്ലാതായിട്ട് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞതാ. അയാളൊരു വല്ലാത്ത മനുഷ്യനല്ലേ. അധികം ആരെക്കൊണ്ടും അയാളെ പോലെ ആവാൻ പറ്റില്ല. ശരിയാണ്, എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേകതയുണ്ട്. അയാളുടെ സൗഹൃദം നമ്മുടെ ഭാഗ്യമാണ്. ചേട്ടാ ലിഫ്റ്റ് തരുമോ? അയ്യോ എന്റെ വണ്ടി കൊണ്ടുപോകുന്നു. ചേട്ടാ എന്റെ വണ്ടി കൊണ്ടുപോകണു. മുത്തശ്ശി എന്തായി ആലോചിക്കുന്നത്? ആലോചിക്കാതെ പിന്നെ. എടി, നിന്റെ എന്റെ ഇവിടുത്തെ നിൽപ്പ് സ്ഥിരമാകുമെന്നാണോ നീ കരുതിയിരിക്കുന്നേ? അല്ലാതെ പിന്നെ പോലീസും വനിതാ സംഘടക്കാരും ഒക്കെ പിന്നെ എന്തിനാ വന്ന്? ഇനി നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? എടി മോളെ, ഇവിടെ മറ്റുള്ളവരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ജയഭാരതി ഉണ്ടല്ലോ, അവരെ പേടിക്കണം. അതൊരു വിളഞ്ഞ വിത്തോ. എത്ര വിളഞ്ഞ വിത്തായാലും എന്റെ മുത്തശ്ശിയെ വെട്ടിച്ച് മുന്നോട്ട് പോവാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. ആ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? രാധികയും വരുണും തമ്മിലുള്ള അടിയുറച്ച ബന്ധവാ. അതിനകത്തൊരു വിള്ളല് വീഴ്ത്താതെ നിനക്ക് വരുണിന്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെ.